ഇറാൻ അഭ്യർത്ഥിച്ചതിനാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതെന്ന് ട്രംപ്. വൈകിയാൽ വൻ ആക്രമണമെന്ന് മുന്നറിയിപ്പ്. യാചന തങ്ങളുടെ രക്തത്തിലില്ലെന്ന് ഇറാന്റെ മറുപടി. നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ. സൗദി തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം. ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് സൗദി. എല്ലാ ഡ്രോണുകളും വെടിവെച്ചിട്ടെന്നും സൗദി സേന. ഇറാഖ് സർക്കാരിന് സൗദിയുടെ മുന്നറിയിപ്പ്. ഇറാഖിലെ US കോൺസുലേറ്റിന് സമീപം ആക്രമണം. യൂറോപ്പിനെ വിഴുങ്ങി കാട്ടുതീ. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ വരെ തീയെത്തി. ഫ്രാൻസിൽ നശിച്ചത് 98,000 ഹെക്ടർ വനഭൂമി. സ്പെയിനിൽ 1.3 ലക്ഷം ഹെക്ടറും. ഒഴിപ്പിച്ചത് 3.5 ലക്ഷത്തോളം പേരെ. പാരീസിന് നടുക്കി തെരുവിൽ വൻ കത്തിക്കുത്ത്. ഗർഭിണിയടക്കം 3 സ്ത്രീകൾക്ക് കുത്തേറ്റു. അക്രമിയെ ചൂലും കസേരയും കൊണ്ട് തല്ലി വീഴ്ത്തി നാട്ടുകാർ. സ്ത്രീകളെ കൊല്ലാൻ അള്ളാഹു അയച്ചതാണെന്ന് വിളിച്ചു പറഞ്ഞ അക്രമി. വൈഭവ് സൂര്യവംശിയുടെ ഫോം സഞ്ജു സാംസണ് തിരിച്ചടിയോ? ആരുടെ സ്ഥാനത്താണോ കയറിപ്പറ്റുന്നത് അവരെ ഇനി തിരികെ വരാൻ അനുവദിക്കില്ലെന്ന് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ. വൻ വളർച്ചയാണ് വൈഭവിന്റെ കളിയിലും വ്യക്തിത്വത്തിലും ഉണ്ടായത് എന്ന് VVS ലക്ഷ്മൺ. അർജന്റീന സ്പെയിൻ ലോകകപ്പ് ഫൈനൽ വീണ്ടും നടത്തണമെന്ന ആവശ്യവുമായി ഓൺലൈൻ ക്യാമ്പയിൻ. ഹർജിയിൽ ഒപ്പിട്ടത് 3 ലക്ഷം പേർ. ക്യാമ്പയിൻ തുടങ്ങിയത് അർജന്റീന ആരാധികയായ ഗിസല സാഞ്ചസ്. സംസ്ഥാന ഘടകത്തെ രൂക്ഷമായി വിമർശിച്ച് CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി. KK ശൈലജയെ മണ്ഡലം മാറ്റിയതിലും വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. 1 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന ആവശ്യം കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം വേണമെന്ന ആവശ്യവും ഇന്ന് ഹൈക്കോടതിയിൽ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച. പ്രതിപക്ഷം സഹകരിക്കും. പ്രിയങ്ക ഗാന്ധി അടക്കം ചർച്ചയിൽ പങ്കെടുക്കും. പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോൺ ആപ്പ് വഴി രാജ്യവ്യാപകമായി കോടികൾ തട്ടിയെടുത്ത സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. തിരുവനന്തപുരം പോങ്ങുമൂട്ടിലെ ഓഫീസിലെ പരിശോധനയിൽ 18 ഉത്തരേന്ത്യക്കാർ കസ്റ്റഡിയിൽ. 50ഓളം കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തു. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ ഹസൻ ഇന്ന് ഹൈക്കോടതിയിലേക്ക്. കേസെടുക്കാൻ ആവശ്യപ്പെട്ട് അപ്പീൽ നൽകും. അൻസിബയുടെ പരാതി തള്ളിയത് എറണാകുളം CJM കോടതി. കേരളത്തിൽ മൺസൂൺ മഴയിൽ ഉണ്ടായത് വൻ ഇടിവ്. കാലവർഷത്തിൽ 37% കുറഞ്ഞു. ഇടുക്കി, വയനാട് ജില്ലകളിൽ ആകെ കിട്ടിയത് 42% മഴ മാത്രം. ഒരാഴ്ചത്തേക്ക് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.